ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ വിഭവമായിട്ട് പരിചയപ്പെടാം. ഞാനിവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു വിഭവമാണ്. അതിന് വേണ്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൻസ് ചെയ്ത ബീഫോ ചിക്കനോ ഏതായാലും മതി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൊരക്ക എന്ന വെജിറ്റബിൾ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഇവിടെ അതിന് കിഷൂയും എന്നാണ് പറയുന്നത്. അതും ഈ മിൻസ് ചെയ്ത ചിക്കനോ ബീഫോ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവമാണ്. അതിൻ്റെ പേര് ഇവിടെ കൂബ എന്നൊക്കെ പറയും. അത് കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് നാൾ അത് ഉണ്ടാക്കുന്നത് കണ്ട രീതിയിൽ ഞാനത് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നെല്ലാം നമുക്ക് കാണാം. അപ്പം വെയിറ്റ് ആൻഡ് സീ. ഇതാണ് ഞാൻ പറഞ്ഞ കിഷൂയും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഈ ചെറിയ സ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഇവിടെ കിട്ടുന്ന സൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗഡറുണ്ട്. ആ പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി വേണ്ട ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. ഒരു ചെറിയ സവാള വേണം. സവാള നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായി അത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ സവാള ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി അത് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് അവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആകട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമ്മുടെ ഫുഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 1.5 ഗ്ലാസ് റവയാണ്. അപ്പോൾ ഞാനത് ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസോളം റവ അളന്ന് ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ബ്രൗൺ കളറായത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ റവ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോഴും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബീഫ് മിൻസ് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ വഴറ്റി ബ്രൗൺ കളറാക്കി വെച്ചിരിക്കുന്ന സവാള, പിന്നെ അല്പം മറാക്കിൻ്റെ പൗഡർ, അതായത് സൂപ്പ് പൗഡർ, അല്പം ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ഒന്ന് ഉരച്ച് ചേർത്ത്, ഒരു ചെറിയൊരു സവാള ഉരച്ച് ചേർത്തിട്ടുണ്ട്, പച്ചനെ തന്നെ. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത്, അതായത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച സവാളയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഷൂയും, അതായത് നമ്മൾ ആ വേവിക്കാൻ വെച്ച വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ സിമ്മിലിട്ടേക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഞാനതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഇതൊന്നും അല്ല, എങ്കിലും എന്നേലാകുന്ന പോലെ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ വേവിക്കാൻ വച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് ചേർത്ത്, അതായത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ചേർത്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം അതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മാക്സിമം നന്നായി വേവിക്കണം. അപ്പോൾ നമ്മുടെ കൂവ, അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഡിഷ് നന്നായിട്ട്
വെന്ത് നല്ല ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ മാക്സിമം ഒരു 20 മിനിറ്റ്സോളം ഞാനിത് വേവിച്ചു. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്ത് നോക്കാം. ഈസിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ടേസ്റ്റിയായ ഫുഡാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം കാണാം. സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വാച്ച് ചെയ്യുക. ഈ ഡിഷ് പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കുക.